അങ്ങനെ നമ്മളിന്ന് ഒഡീഷ വിടും. ഇപ്പോൾ ഭുവനേശ്വറിലുള്ളത്. ഇന്ന് നമ്മൾ വിശാഖപട്ടണത്തിലേക്കാണ് പോകുന്നത്. 435 കിലോമീറ്റർ ഉണ്ട്. ഓഡോമീറ്റർ റീഡിങ് ഇപ്പോൾ 39,328. അതായത് എക്സാക്ട്ലി ഇന്നലെ നമ്മൾ 17,000 കിലോമീറ്റർ കഴിഞ്ഞു കേട്ടോ യാത്ര തുടങ്ങിയിട്ട്. ഇന്ന് ഭുവനേശ്വർ ടൗണിൽ ചെറിയൊരു ട്രാഫിക്കൊക്കെ കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 ദിവസം വൈകുന്നേരം അല്ലാത്ത സമയമൊക്കെ അവിടെ പാസ് ചെയ്തപ്പോൾ അങ്ങനെ ട്രാഫിക്ക് തോന്നിയില്ല. ഇന്നിപ്പോൾ തോന്നുന്നുണ്ട്. ആഹാ, ഇത് കൊള്ളാലോ. റൗണ്ട് അബൌട്ടിൻ്റെ നടുവിലൊരു ഫൗണ്ടൈൻ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മളിതാ ഭുവനേശ്വർ ടൗൺ വിട്ട് മെയിൻ ഹൈവേ കയറുന്നു. നേരെ ചെന്നൈ ഹൈവേ ആണത്. കൊൽക്കത്ത ചെന്നൈ ഹൈവേ. വിശാഖപട്ടണം 412 കിലോമീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ചെന്നൈ കണ്ടില്ലേ, 1264. എന്തായാലും ചെന്നൈയിലേക്ക് നമ്മൾ ഈ ഒരു ഹൈവേ അയക്കില്ല. വിജയവാഡയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വേറെ 1-2 സ്ഥലങ്ങളിൽ പോയിട്ട് തിരിച്ച് ചെന്നൈയിലേക്ക് ചാടുക. എനിവേ, ഇതല്ലേ നല്ല ഹൈവേ ആണ്. ഇതല്ല നമ്മൾ ഒഡീഷയിൽ നിന്ന് ആന്ധ്ര പോകുന്ന ഹൈവേ. അവിടെ ഭുവനേശ്വരിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ഇങ്ങനെ മലകൾ കാണാം. ഹൈവേ സൈഡിലൊക്കെ കുന്നുകൾ. മല എന്ന് പറയാൻ പറ്റില്ല. വെസ്റ്റേൺ ഗാർഡ്സ് പോലെ തന്നെ ഈസ്റ്റേൺ ഗാർഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. പക്ഷേ വെസ്റ്റേൺ ഗാർഡ്സ് പോലെ ഈസ്റ്റേൺ ഗാർഡ്സ് അത്ര കണ്ടിന്യൂസ് അല്ല. ഇടയിലിടയിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. എന്നാലും ഒരുവിധം നീളത്തിൽ കടലിൻ്റെ പാരലായിട്ട് ഇങ്ങനെ മലകളുണ്ട് കേട്ടോ. ഈ ഭാഗത്തും പശ്ചിമഘട്ടം, അപ്പുറത്ത് ഇത് പൂർവഘട്ടം. ഇല്ലേ, അടിപൊളി ക്ലൈമറ്റ്. വെയിലുമില്ല, അടിപൊളി റോഡും. ഇതുണ്ടല്ലേ, ഈ സൈഡും അതെ ഈ സൈഡും അതെ. ഇങ്ങനെ മലകളായിട്ട് കണ്ടിന്യൂസിന് മലകളാണ് തോന്നുന്നു. അത് നേരെ കാണുന്നില്ല, വലിയ മലനിരകളെ കുറച്ച് ദൂരമായിട്ട് നമ്മളുടെ അവിടെ ഇങ്ങനെ ഉണ്ട്. ഈസ്റ്റേൺ ഗാർഡ്സ് ജോയിൻ ദ റൈഡ് നമ്മളുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം ഉണ്ടാവില്ല. ആ ഭാഗത്തൊക്കെയാണ്, അങ്ങോട്ടും അതിൻ്റെ അപ്പുറമൊക്കെയാണ് കുറച്ച് നക്സൽ ത്രെട്ടുള്ള ഏരിയാസൊക്കെ. ഛത്തീസ്ഗഡ്, ഒഡീഷ ബോർഡർ, അതുപോലെ ഒഡീഷ ആന്ധ്ര ബോർഡർ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് നക്സലൈറ്റ് എന്താ പറയുക ഹോട്ട്സ്പോട്ടാണ്. പണ്ടത്തെക്കാളും ഒരുപാട് ഭേദമാണ് ഇപ്പം, എങ്കിലും ഇപ്പോഴും ഹോട്ട്സ്പോട്ട് തന്നെയാണ്. ഇതല്ല എന്ത് വലിയ മലകളാ, നല്ല വലുതാ. ഇവിടുന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല. ഇതുണ്ട്, ഇങ്ങനെ ഹൈവേയിൽ ഇടയ്ക്കിടയ്ക്ക് ഡൈവേർഷൻ വരും പണി നടക്കുമ്പോൾ. ഇതല്ല, അതിൻ്റെ മുകളിൽ മഴക്കാറുണ്ടെന്ന് തോന്നുന്നു. മലയുള്ളിടത്താണല്ലോ അധികം മഴ. ഇതല്ല മലകൾ. അവിടെ കടലാട്ടോ. നമ്മൾ വീണ്ടും കടലിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ കടലാണ്. വാവ്, ആഹാ, ഇത് കൊള്ളാലോ. ഈ റോഡ് സ്ഥിരക്കാഴ്ച വിട്ട് ഒരു വ്യത്യസ്തമായ റൂട്ട്. മലയിലേക്ക് കയറുകയാണ് നമ്മൾ. അതോ ഇനി ടണലുണ്ടോ അറിയില്ല. നാഷണൽ ഹൈവേ ആണ്, നോക്കാം. വാവ്, മലയുടെ സൈഡിൽ കൂടെ കേട്ടോ കയറുന്നത്. കുറേ ദിവസമായില്ലേ നമ്മൾ മല കയറിയിട്ട്. അങ്ങനെ ഈസ്റ്റേൺ ഗാർഡ്സ് കയറുക. ഈസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു ഭാഗം. ആ, വാവ്, ഈ ഹൈവേ നോക്കി
ഇവിടെ കോഷൻ എലിഫന്റ് ക്രോസിംഗ് സോൺ എന്ന് നടക്ക എഴുതിയിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഹൈവേ മലേൻ്റെ ഇടയിലേക്ക്. നോക്കൂ, വാവ്, ഒഡീഷ ടു ആന്ധ്ര. അവിടെ കടലും ഉണ്ട് കേട്ടോ, അതാണ് കോമഡി. അപ്പുറത്തോട്ട് കുറച്ച് പോകണം. ആ നോക്ക് മലകൾ. ഓ നല്ല ഭംഗിയുള്ളൊരു സ്ട്രെച്ച് കേട്ടോ. ഇവിടെ പാടവും മലകളും നമ്മുടെ യൂഷ്വൽ കാലി ഹൈവേ മാറി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ്. ഇതുണ്ട് ഇവിടെ കായലൊക്കെ കാണാം. അപ്പുറത്ത് കടലും. ആ പാലം കയറിയപ്പോൾ കടൽ കണ്ടിരുന്നു. നല്ല ഭംഗിയുണ്ട്, ഒരു നീല കളറ് കടലിൻ്റെ വെള്ളത്തിൽ. നല്ല രസമുള്ള സ്ഥലം. മലയോരം, അതിന് ചേർന്ന് കടലും. ചെറിയൊരു മഴക്കാറ് മൂടി നിൽക്കുന്ന പെയ്യോ. നമുക്കിനി 250 കിലോമീറ്റർ പോകാനുണ്ട്. ഓ ഇതാണല്ലേ, ചില ഗ്യാപ്പിലൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ആഹാ, അതാണ് മലകളുള്ള സ്ഥലത്ത് മഴ അങ്ങനെ പെയ്യും പൊതുവെ. ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവിടെ അധികം മഴ കിട്ടും എപ്പോഴും. എന്തായാലും നമുക്ക് കിട്ടില്ല എന്ന് കാണാം. വെൽക്കം ടു ആന്ധ്രാപ്രദേശ്. യെസ്, നമ്മളിപ്പോൾ ബാക്കിൽ ബോർഡർ ക്രോസ് ചെയ്തു. ഒഡീഷ വിട്ട് ആന്ധ്രാപ്രദേശ് കയറി കേട്ടോ. വാവ്, വെൽക്കം ടു സൗത്ത് ഇന്ത്യ. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം സൗത്ത് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ഒക്ടോബർ 19 തോന്നുന്നുണ്ട്. നമ്മൾ യാത്ര പുറപ്പെട്ടിട്ട് 100 ദിവസമൊക്കെ കഴിഞ്ഞു. 100 ദിവസേ. ഇനിയൊരു 10 ദിവസം കൂടി അപ്രോക്സിമേറ്റ് നോക്കാം. ആന്ധ്രാപ്രദേശ് നോക്ക്, എന്താ എൻട്രി, സൂപ്പർ. ഹൈവേസ് ഓഫ് ആന്ധ്ര. ഇതൊരു ഭംഗിയ, മലയും കുളങ്ങളും നല്ല പച്ചപ്പ് കൂടി കുറച്ചുകൂടി ഒഡീഷേനേക്കാളും. ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന അരിയല്ലേ നമ്മൾ തിന്നുന്നത് കേരളത്തിൽ. ആന്ധ്രയുടെ ഇവിടെ ആയിരിക്കില്ല, പല ഭാഗങ്ങളിലായിരിക്കും. നമുക്ക് ആകാശത്തേക്കുള്ള ഹൈവേ പോലെ, അതും 6 ലൈൻ. എമ്മാരി റോഡാ ഇതല്ലേ. മലകൾ എത്രയാ, ഇങ്ങനെ വന്നും പോയിക്കൊണ്ട് നിൽക്കുക. കുറേ മലകൾ. ഈസ്റ്റേൺ ഗാട്സ്. വാവ്, എക്സലന്റ് എക്സലന്റ്. റോഡാണെങ്കിലും വ്യൂ ആണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും ട്രാഫിക് ആണെങ്കിലും എക്സലന്റ്. ഇന്നത്തെ റൈഡിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ട്രെച്ചാട്ടോ ഇത്. എന്താ അറിയില്ല, ഭക്ഷണം കഴിച്ചോണ്ടാണോ അറിയില്ല, ഒരു ഉഷാറ് വന്നു. എന്ത് രസമാണ് ഇങ്ങനെ ഓടിച്ചോണ്ട് പോകാൻ. കണ്ടിന്യൂസ് ഹൈവേ, നല്ല സൂര്യനസ്തമിച്ച് വരുന്ന സമയം, നല്ല ടെമ്പറേച്ചർ, അത് തീരെ ചൂടില്ല. വിശാഖപട്ടണം ഹിയർ ഐ കം. 84 കിലോമീറ്റർ ഉണ്ട്. ബട്ട് അതൊക്കെ സുഖമായി തീരും ഈ ഒരു ഹൈവേയിൽ.
അടുത്ത ഫുൾ വാഴത്തോട്ടം. എത്ര മലകളാണെന്നറിയാം. ഇങ്ങനെ നമ്മൾ ഒരുപാട് ക്രോസ് ചെയ്ത് പോയി. നമ്മളങ്ങനെ കയറി ഇറങ്ങിയിട്ടില്ല, ഒരെണ്ണം എന്തോ കയറി ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സൈഡിലൂടെ. നമ്മളങ്ങനെ വിശാഖപട്ടണം എത്തിയിട്ടുണ്ട്. ഇരുട്ടായി. എന്തായാലും ബാക്കി വിശാഖപട്ടണത്തിലെ വിശേഷങ്ങളെല്ലാം നാളെ പകല് കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ വിശാഖപട്ടണത്തിൻ്റെ സിംഹാചലം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്താണുള്ളത്. ഈ മല കണ്ടില്ലേ? ഈ മല നമ്മളിപ്പോൾ കയറാൻ പോവാണ്. അതിൻ്റെ മുകളിലൊരു നരസിംഹമൂർത്തിയുടെ ക്ഷേത്രമുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് ഇവിടെ വിശാഖപട്ടണത്തിൽ. അപ്പോൾ രാവിലെ ആദ്യം അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങും. എന്നിട്ടെന്താ ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്ക് നാളെയാണ് വിജയവാഡ എത്തേണ്ടത്. അപ്പം ഇന്നൊരു ഫുൾ ഡേ വിശാഖപട്ടണം കാണാനുണ്ട്. അപ്പോൾ എന്തൊക്കെയുള്ളതെന്ന് നോക്കിയിട്ട് ബീച്ചൊക്കെ ഒന്ന് പോകണം. ബീച്ച് വൈകുന്നേരം പോകാമെന്ന് വിചാരിക്കുന്നത്. അതിനിടയിൽ എന്താ പറ്റുകയെന്ന് നോക്കാം. ഇതല്ലേ, ഇതാണ് എൻട്രൻസ്. ഇന്നലെ ശരിക്കും രാത്രി മുകളിൽ പോയിട്ട് വന്നതായിരുന്നു. എന്നിട്ട് പിന്നെ താഴേക്ക് വരേണ്ടി വന്നു. കാരണം അവിടെ മുകളിൽ സ്റ്റേ ഒന്നുമില്ല. സോളോ റൈഡേഴ്സിന് സ്റ്റേ കൊടുക്കില്ല അത്ര. ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫാമിലി അങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ മുകളിൽ സ്റ്റേ ഉള്ളൂ. മുകളിലാകെ അവരുടെ ഈ എന്താ പറയുക, തിരുമലക്കാരുടെ സ്റ്റേ ആണുള്ളത്. അപ്പം അവരങ്ങനെ സിംഗിളായിട്ട് വരുന്നവർക്ക് കൊടുക്കില്ല അത്ര. ഇന്നലെ പക്ഷേ കയറിയത് ഇതുവഴിയല്ല കേട്ടോ. ഇന്നലെ ഇറങ്ങിയത് ഇതുവഴിയാണ്. കയറിയത് അപ്പുറത്തൂടെ വേറൊരു വഴിയുണ്ട്, അത് കൂടെ ആയിരുന്നു. എനിവേ, ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശാഖപട്ടണത്തിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും കേട്ടോ. എന്നിട്ട് രാത്രി ലൈറ്റൊക്കെ കാണാമായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിരുന്നു കേട്ടോ. എനിവേ, ഇവിടെ കണ്ട ഈ ഒരു മല കയറുമ്പോൾ നല്ല സുഖം, നല്ല തണുപ്പുണ്ട്. എന്തായാലും കാണാം. അതല്ല, അത്യാവശ്യം ഇതവർ പക്ക പ്രിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫുൾ കാടാണ്. വേറെ ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷനോ ഒന്നും ഇവിടെ കാണാനില്ല. അതെന്തായാലും വളരെ നല്ല കാര്യം. കുറച്ച് കാട് എപ്പോഴും കാടായി തന്നെ നിൽക്കട്ടെ. ഇവിടേക്ക് ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ, അടിയിൽ നിന്ന് മുകളിലേക്ക് വരേണ്ടവർക്ക്. ഇവിടെ വിശാഖപട്ടണത്തിൽ ഇന്നലെ ചെക്ക് ഇൻ ചെയ്തപ്പോൾ, റൂമിൽ ചെക്ക് ഇൻ ചെയ്തപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ ഹോട്ടലിലും ഒരു ആപ്പ് ഉണ്ട് പോലീസിൻ്റെ. അതിൽ നമ്മുടെ ID പ്രൂഫും നമ്മുടെ ഫോട്ടോ, ലൈവ് ഫോട്ടോയും അവരെടുത്ത് ഡയറക്റ്റ് അവർ അപ്ലോഡ് ചെയ്യും. അത് നല്ലൊരു സംഭവമായിട്ട് തോന്നി. വിശാഖപട്ടണം ടൗണ് ഫുള്ള് കാണാം. നല്ല രസമാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടൗൺ കേട്ടോ. അതായത് കടലിൻ്റെ തീരത്താണ് എങ്കിൽ നല്ല മലയുണ്ട്. അങ്ങനെ നല്ല രസമുള്ള ടൗൺ ആണെങ്കിലും ഇത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ടെമ്പറേച്ചർ ഒന്ന് ലെവലായി പോകും. നല്ല ഓക്സിജൻ, ഫ്രഷ് എയറും കുറേയൊക്കെ ബാലൻസ് ആയി കിട്ടും. പിന്നെ കടലുണ്ട്, അതുകൊണ്ട് കാര്യമായിട്ടുള്ള എയർ പൊല്യൂഷൻ ഉണ്ടാവില്ല. നല്ല ഒരു ടൗൺ ആണ് തോന്നുന്നുണ്ട് വിശാഖപട്ടണം. എന്തായാലും ആദ്യം ഇവിടെ നിന്ന് കയറി ഇറങ്ങിയിട്ട് നമുക്ക് ടൗണിലൊന്ന് പോവാം. വലിയ ട്രാഫിക് ഇല്ലാതെ ഇരുന്നാൽ മതിയായിരുന്നു. എന്തായാലും നോക്കാം. ബീച്ചാണ് പിന്നെ മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത്. പിന്നെയൊക്കെ കുറച്ച് ദൂരമുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഒന്ന് നെറ്റിൽ നോക്കട്ടെ. വാവ്, ടൗണിൻ്റെ വ്യൂ കണ്ടില്ലേ? ക്യാമറ കിട്ടുമെന്ന് അറിയില്ല. ഇതാണ് മുകളിലുള്ള ബസ് സ്റ്റാൻഡ്, കണ്ടില്ലേ? ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ കാണാം. ആ മുകളിൽ കാണുന്നതാണ് ഇവിടെയുള്ള ഇവരുടെ എന്താ പറയുക, തിരുമല ഹോം സ്റ്റേ, ദേവസ്ഥാനം സ്റ്റേ. പക്ഷേ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വരുന്നവർക്ക് നോ രക്ഷ. അങ്ങനെതാ ഇവിടെ ഈ കാണുന്നതാണ് വരാഹലക്ഷ്മി നരസിംഹ ക്ഷേത്രം. നമ്മൾ ഇവിടെ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. എനിക്ക് ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മളുടെ സൗത്ത് ഇന്ത്യൻ
എന്താ പറയുക, ചെണ്ടമേളയും അതുപോലെ നാദസ്വരത്തിൻ്റെ സൗണ്ടെല്ലാം നന്നായിട്ട് കേട്ടു. നല്ല തുളസിയുള്ള വെള്ളം കിട്ടി. അതൊക്കെ കിട്ടുമേ നമുക്ക് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയ ആ ഒരു ഫീൽ. ഇപ്പം നമ്മൾ ആന്ധ്ര എത്തിയല്ലോ, അപ്പം ഏകദേശം ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയി വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഇന്ന് നമുക്ക് വേഗം പോയി ഫുഡ് കഴിക്കാം. വല്ല ഇഡ്ഡലിയും സാമ്പാറും കിട്ടുമെന്നോ. ഉള്ളിലെ ക്യാമറയൊന്നും അലൗഡ് ആയിരുന്നില്ല, ഫോണൊന്നും അല്ല സമ്മതിക്കില്ല. അപ്പം ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. പുറത്തുനിന്നുള്ള ഇത് തന്നെ കാണാനും കഴിയുള്ളൂ. ഇതാ ഈ കാണുന്നതാണ് ഫുൾ വിശാഖപട്ടണം വ്യൂ. ഇതല്ലേ, വാ, അത് അടിപൊളിയായിട്ടുണ്ട്. രാത്രി കാണാൻ നല്ല രസമാണ്, ഫുൾ ലൈറ്റ് ഇട്ടിട്ട്. നമ്മളിപ്പോൾ പല സിറ്റീസ് ഇതേപോലെ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, നോക്കട്ടെ നമുക്ക് കാണിച്ചു തരാൻ. ഇതല്ലേ, വാവ്, വിശാഖപട്ടണം സിംഹാചലത്തു നിന്നുള്ള വ്യൂ ആട്ടോ. ഇടയിലെ ബിൽഡിങ്ങും റോഡും കടല് കാണുന്നില്ല എന്ന് തോന്നുന്നു. കുറച്ചൊരു ഫോഗിയുമായിട്ടുള്ള കാലാവസ്ഥ, കടല് കാണാൻ പറ്റുന്നില്ല. എന്നാലും നല്ല ഭംഗിയുണ്ട്. എന്തോ ഇവിടെ സിംഹാചലത്തിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ പോയപ്പം ഭയങ്കര പ്ലസൻ്റായിട്ട് ഭയങ്കര ഒരു സന്തോഷം തോന്നി അവിടെ. പ്രത്യേകിച്ചും നമ്മൾ തിരിച്ച് ഈ സൗത്ത് ഭാഗത്തേക്ക് വന്നുകൊണ്ടാന്ന് തോന്നുന്നു. എനിക്ക് നല്ല നാട്ടിലുള്ള ആ ഒരു ചെണ്ടമേളം, നാദസ്വരം, അതിൻ്റെ സൗണ്ടും, പിന്നെ നല്ല തുളസി, നല്ല കടുപ്പത്തിൽ തുളസിയിട്ട വെള്ളം കുടിക്കാൻ കിട്ടി. അത് അതായത് തീർച്ചയായിട്ട് അങ്ങനെ. അത് പിന്നെ നല്ല ശർക്കര പായസം. ഈ തിന്നുന്നതിൻ്റെ മാത്രമല്ല കേട്ടോ, അവിടെയുള്ള അന്തരീക്ഷം മൊത്തത്തിൽ ഭയങ്കര ഒരു നല്ലൊരു അന്തരീക്ഷമായിട്ട് തോന്നി. കുറേ ദിവസത്തിന് ശേഷം പല സ്ഥലങ്ങളിലും പോയപ്പോൾ ഇവിടെ നല്ല ഒരു സുഖം തോന്നി. വിശാഖപട്ടണത്തിൽ വരുന്നവരെന്തായാലും ഒന്ന് വന്നിരിക്കേണ്ട സ്ഥലം തന്നെ കേട്ടോ അത്. എന്തായാലും നമ്മൾ ഇന്ന് പോയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 1/4 മണിക്കൂറൊക്കെ ക്യൂ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കാലാവസ്ഥയും നല്ലതായിരുന്നു, വലിയ ചൂടൊന്നുമില്ല. രാവിലെ ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് ഉള്ളിൽ കയറി അങ്ങനെ കണ്ട് ഇറങ്ങി. കൊള്ളാം. ഇനി സമാധാനമായിട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാഖപട്ടണം പോവാം. അപ്പോൾ നോക്കാം. വിശാഖപട്ടണത്തിൽ അതെ ഇതുവരെ കണ്ടെടുത്തോളം നല്ല വീതിയുള്ള റോഡുകളാണ്, നല്ല റോഡുകളാണ്. നല്ല രാത്രിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചുറ്റി, ഇവിടെ ടൗണിൽ കയറിയിട്ട് ഒരുപാട് ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നു. അപ്പം പോയെടുത്തോളം നല്ല റോഡുകൾ കേട്ടോ. നല്ലൊരു ഐഡിയ കിട്ടി. കാർത്തിൻ്റെ സിനിമയുണ്ട് 11 മണിക്ക് ഇവിടെ ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ. എന്നാൽ പിന്നെ അത് കാണാതെ വിചാരിച്ചു. കാരണം ടൗണിൽ ചുറ്റിക്കളിക്കാൻ ട്രാഫിക്കിൽ എനിക്ക് തീരെ താല്പര്യമില്ല. ഇത് വിശാഖപട്ടണമാണ് സ്ഥലം. അപ്പോൾ മലേൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഒന്ന് കയറി ഇറങ്ങി. ഇനിയിപ്പോൾ സമയം പോട്ടെ. ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കേണ്ടി വന്നു, അതുകൊണ്ടാണ്. അതിൽ കുറേ ദിവസമായി തിയേറ്ററിലൊക്കെ പോയൊരു സിനിമ കണ്ടിട്ട്. അപ്പോൾ പിന്നെ കാർത്തിൻ്റെ പടമാണ്, പക്ഷെ തമിഴാണോ തെലുങ്കാണോ എന്ന് അറിയില്ല. എന്തായാലും നോക്കാം. സമയം അങ്ങനെ കുറച്ച് പോട്ടെ. വൈകുന്നേരം ബീച്ചിൽ പോവാം. ബീച്ചിലും വലിയ ബഹളമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പം സമാധാനമായി പോയിരിക്കാം. എനിക്ക് ഈ ട്രാഫിക്കിൽ ടൗണിൽ കൂടെ വെറുതെ ചുറ്റിക്കറങ്ങാൻ തീരെ താല്പര്യമില്ല. അതും ഇപ്പോൾ അതെ സമയം 11 മണിയാകുമ്പോൾ പോവാണ്. ഇനി ചൂട് കൂടി വരും. തീരെ താല്പര്യമില്ല. ഓക്കെ, ഇതല്ലേ മൂപ്പൊരു കറുപ്പും ഇട്ടിട്ട് ചെരുപ്പൊന്നും ഇല്ലാതെയാണ് സ്കൂട്ടർ ഓടിക്കുന്നത്. എപ്പോഴാണ് മനസ്സിലായത് ശബരിമല സീസൺ ആവാനായി. നാടെപ്പോൾ വിട്ടതാ? ശബരിമല സീസൺ ആകുമ്പോഴാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. രാവിലെയും കണ്ടു കുറേ പേരെ. അപ്പോൾ ഒരു ഡൗട്ട് തോന്നി. ഇനിയിപ്പോൾ വൃശ്ചിക മാസം ആവാൻ പോവല്ലേ. നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞിപ്പോൾ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഉച്ച സമയമാണ്, ഒരു 2:30 നല്ല ഊണൊക്കെ കിട്ടി കുറേ നാൾക്ക് ശേഷം. അപ്പോൾ ബീച്ചിലേക്ക് വരാമെന്ന് വിചാരിച്ചു. നല്ല വെയിൽ ഉണ്ടെങ്കിലും അങ്ങനെ ചൂടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് ബീച്ച് കാണാമെന്ന് കരുതി.
ഇതാണ് RK ബീച്ച്, രാമകൃഷ്ണ ബീച്ച്, വിശാഖപട്ടണം. ഓ, സത്യം പറയാലോ, കുറേ നാൾക്ക് ശേഷം കാണുന്നതിൽ ഏറ്റവും വൃത്തിയുള്ള ബീച്ച്. വൃത്തി ഇൻ ദ സെൻസ് ഇവിടെയുള്ള പരിസരത്ത് ആണെങ്കിലും കമ്പാരിറ്റീവ്ലി നല്ല വൃത്തിയുണ്ട്. ഇവിടെയുള്ള വെള്ളം ആണെങ്കിലും, ബീച്ചിലെ വെള്ളം കാണുമല്ലോ, അതും നല്ല വെള്ളമാണ്. അല്ലേ, പാറയൊക്കെയാണ് കാണുന്നത്, ചളിയൊക്കെ കലങ്ങിയത് കുറവാണ്. നല്ല ബീച്ച് കേട്ടോ. ഇഷ്ടംപോലെ പേര് കുളിക്കുന്നുണ്ട് ഇവിടെ അവിടെയൊക്കെ ആയിട്ട്. കണ്ടില്ലേ, ഒരുപാട് ദൂരം ഉണ്ട് ഇവിടെ ഈ RK ബീച്ച്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. കുറച്ച് നേരം ഇരുന്നിട്ട് അതൊക്കെ പോവാം. ഇതുണ്ട് ഇവിടെ കടലിൻ്റെ ഈ ഭാഗത്തായിട്ട് കുറച്ച് കല്ല്. അത് എന്ത് കല്ല്? കരിങ്കല്ലല്ല, ചുവന്നിരിക്കുന്ന പോലെ, ചെങ്കല്ല് പോലെ. അതിനി അല്ലല്ല, പാറക്കല്ല് തന്നെ. ഇങ്ങനെ കടലിൻ്റെ തിര കൊണ്ട് അതിൻ്റെ ഒരു കളർ അങ്ങനെ ആയതാന്ന് തോന്നുന്നു. നല്ല വൃത്തിയുള്ള ബീച്ച് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ആഴം കൂടും കേട്ടോ, കുറച്ച് സ്ലോപ്പാണ്, അതുകൊണ്ട് അധികം നമുക്ക് ഇറങ്ങാൻ കഴിയില്ല. നല്ല നല്ല സുഖമുണ്ട് ഇരിക്കാൻ. അതുപോലെ നമുക്ക് ബീച്ചിൻ്റെ വലതുവശത്തായിട്ട് ദൂരെ ഇതുണ്ട്, അവിടെ ആണ് വിശാഖപട്ടണം പോർട്ട് ഉള്ളത് കേട്ടോ. ഒരു പോർട്ട് സിറ്റി കൂടിയാണ് വിശാഖപട്ടണം. നമുക്കവിടെ പോർട്ട് ദൂരെ കാണാം. കണ്ട, അതിൻ്റെ പുറകിലൊരു വലിയ മലയായിട്ട്. ഈ മലയോരം പാറയൊക്കെയുള്ള ഭാഗത്ത് പോർട്ട് പണിയുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഡ്ജിങ് ആവശ്യം വരില്ല അധികം. ഈ പാറക്കല്ലുണ്ടാകുമ്പോൾ ചളി അധികം കടൽ തീരത്ത് ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സുഖമാണ് ഷിപ്പൊക്കെ വന്ന് പോവാൻ. വിഴിഞ്ഞത്ത് പോർട്ട് വരാനുള്ള ഒരു റീസൺ അതാണ്. കൊച്ചിയിൽ ശരിക്കും എപ്പോഴെപ്പോഴും ഡ്രഡ്ജിങ് നടത്തിക്കൊണ്ടിരിക്കണം. കാരണം കൊച്ചിയിൽ പാറക്കല്ലൊന്നുമല്ല, ചളിയുള്ള പ്രദേശമാണ് കടലിൽ. അതാണ് വ്യത്യാസം. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുകയാണ്. ഇവിടെ എല്ലാം വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാരെ എന്താ ചെയ്യാൻ? ഈ വീഡിയോ കാണുന്നവരെങ്കിലും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഒരിക്കലും ഒരു വേസ്റ്റ് നമ്മൾ പോകുന്നിടത്ത് കൊണ്ടുപോയിടരുത്. അതൊരു വലിയ അപേക്ഷയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. എല്ലാ ആൾക്കാരും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക? നോക്കുകയല്ലേ, അവൻ്റെ ആവശ്യം കഴിയുക, വലിച്ചെറിയുക, പോവുക. ഭയങ്കര കഷ്ടമാണത്. മുഴുവൻ നശിപ്പിക്കുന്ന പ്രകൃതിനെ എത്ര ജീവജാലങ്ങളെ ഇത് ബാധിക്കുകയെന്ന് അത് അവർ ചിന്തിക്കില്ല. ഇത് ബീച്ചിൽ മാത്രമല്ല, പോകുന്ന എല്ലായിടത്തും കാണുന്ന അവസ്ഥയായത്. ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര കഷ്ടമാണ്. ഓർപ്പിച്ചതാണ്. അങ്ങനെ നടക്കുക കടലിൻ്റെ തീരത്തൂടെ. ഇതല്ല, ഇവിടെയൊക്കെ പാറക്കെട്ടുകളും കാണാം ഇടയിലിടയിൽ. ഇത് എനിക്ക് തോന്നുന്നതല്ലേ, അവിടെ നിന്ന് വെള്ളം വന്ന് കടലിൽ ചേരുന്ന ഒരു ഭാഗമാണ്. അവിടെയുള്ള മണലൊക്കെ ഒലിച്ചു പോയി പാറക്കല്ലാണ് കാണുന്നത്. നല്ല ബീച്ചാണ്. നടക്കാം. ഭാഗത്തൊക്കെ നല്ല രസമുണ്ട്. ഈ ഒരു ടൈപ്പ് പനകൾ അല്ലേ, ഈ ടൈപ്പ് പനകൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പനയാണോ തെങ്ങാണ് എന്തോ, കാണാൻ നല്ല രസമുണ്ട്. ഗ്യാപ്പ് വിട്ട് അവിടെയൊക്കെ ഈ ഉച്ച സമയത്ത് വെയിൽ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ ഒരു തണൽ പോലെ കയറിയിരിക്കാനും നല്ലതാണ്. കാറ്റിൻ്റെ ശബ്ദം നല്ലോണം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, കാരണം കടൽ തീരായതുകൊണ്ട്. ഓരോ തിര വന്ന് പോയി കഴിയുമ്പോഴും അതിൻ്റെ ഈർപ്പം കണ്ട വലിഞ്ഞു പോകുന്നത് കാണാൻ നല്ല ഭംഗി. വലിഞ്ഞു പോകും. അതല്ലേ ഇപ്പം നമ്മൾ ആ
തോപ്പ് എന്ന് തന്നെ പറയട്ടെ. തെങ്ങുകളാണിത് ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കുകയാണ്. അതായത് നല്ലൊരു ബീച്ച് കേട്ടോ. വിശാഖപട്ടണത്തിലെ വളരെ നല്ലൊരു ബീച്ചാണ്. ഇതല്ലേ ഇവിടെയുള്ള നിർത്തിയിട്ടൊരു ഓട്ടോറിക്ഷ, അതിൽ നമ്മളുടെ സേഫ് സോയിൽ മെസ്സേജ് കാണാം. ഇതിവിടെയുള്ള മെയിൻ ബീച്ച് റോഡാണ്. ഇതല്ലേ ബീച്ചിൻ്റെ സൈഡിലൂടെ ഒരു 4 ലൈൻ ഹൈവേ ആണ് വിശാഖപട്ടണം. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് ഇവിടെ, നല്ല സുഖമുണ്ട്. കുതിര സവാരി, ഒട്ടക സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ട് ആരോഗ്യമുള്ള പോലെ തോന്നുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാതിരുന്ന നല്ലത്. അപ്പം ശരി, നമുക്ക് പതുക്കെ ഇവിടുന്ന് വിടാം. കുറച്ച് നേരമായി ബീച്ചിൽ. ഇതുണ്ട് ഇവിടെ ഇങ്ങനെ നടുവിൽ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. അത് വലിയ കാര്യം. എനിക്ക് മൊത്തത്തിൽ ഒരു സിറ്റി എന്ന നിലയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ വിശാഖപട്ടണം. നല്ല എന്താ പറയുക, എല്ലാം നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ബീച്ചും സൂപ്പർ. കുറേ നേരം നിന്നു. ഉച്ചയ്ക്ക് വന്നാ, വൈകുന്നേരമായി. ഇനി പയ്യെ വിടാം. കൊള്ളാം കേട്ടോ വിശാഖപട്ടണം, നല്ല ഇഷ്ടപ്പെട്ടു. ബീച്ചിൻ്റെ സൈഡിൽ കൂടെ കുറച്ചുകൂടെ ഓടിക്കാം. നമുക്ക് പോകേണ്ട റൂട്ടാവുന്നതല്ല, എന്നാലും കൊള്ളാം. അവിടെ വിശാഖപട്ടണം പോർട്ട് കാണാം. നേരത്തെ ഞാൻ കാണിച്ചല്ലോ. എന്തായാലും സിറ്റി സൂപ്പറായിട്ടുണ്ട്. വിശാഖപട്ടണം കടലത് എന്താ തെളിഞ്ഞ വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം, സൂപ്പർ കേട്ടോ. ഇവിടെ നമുക്ക് സൈഡിൽ ഫുൾ ബിൽഡിങ്. ഇവിടെ ആ ബിൽഡിങ്ങിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല രസമായിരിക്കും. ഈ സൂര്യോദയം കാണാം കടലിൻ്റെ മുമ്പിൽ. വിശാഖപട്ടണം നല്ല രസമായിരിക്കും, ഒരു സംശയമില്ല. ആഹാ, എന്താ രസം. പൊതുവെ എനിക്ക് ടൗണിനോടൊന്നും താല്പര്യമില്ല, പക്ഷേ എനിക്ക് വിശാഖപട്ടണം എനിക്ക് ഭയങ്കര നന്നായി, നല്ല ഇഷ്ടപ്പെട്ടു. മലയ്ക്ക് മലയുണ്ട്, കടലിന് കടലുണ്ട്. കൊള്ളാം, നല്ല ഒരു സ്ഥലം കേട്ടോ. ആന്ധ്രയിലെ ബ്യൂട്ടിഫുൾ. നമ്മളുടെ ആന്ധ്ര വിശേഷം ഇവിടെ തീരുന്നില്ല. നമ്മൾ നാളെ നമ്മളിനി വിജയവാഡയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊരു 400-420 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പോൾ ബേ ഓഫ് ബംഗാളിന് വിടാം. ഇനി നമുക്ക് ചെന്നൈയിൽ വെച്ച് കാണാം. ഇവിടെയുള്ള രാമകൃഷ്ണ മിഷനാണിത്. അല്ലേ മൊത്തത്തിൽ ഇപ്പം ഞാൻ അത്യാവശ്യം ഓടി. നമുക്കിപ്പോൾ തന്നെ 18 കിലോമീറ്റർ ഓടാനുണ്ട്. അങ്ങോട്ടും ഞാൻ ഈ പറഞ്ഞ ദൂരം തന്നെ ഓടിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ടൗണെല്ലാം നല്ല എന്താ ക്ലീനുമാണ്. എന്താ പറയുക, എല്ലാം നല്ല റോഡും അതെ, എല്ലാം നന്നായിട്ടുണ്ട്. നന്നായി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു ഹൈദരാബാദിന് എന്തോ ഒരു അവാർഡ് കിട്ടിയത്, ലോകത്തിൽ തന്നെ ഏറ്റവും എന്താ പറയുക ഗ്രീൻ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ എന്തോ ഒരു അവാർഡാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ആന്ധ്രയും നല്ല രീതിയിൽ വിജയവാഡ തന്നെ ഡെവലപ്പ് ചെയ്യിക്കും. വിശാഖപട്ടണത്തിന് അവരുടെ ഫ്യൂച്ചർ ക്യാപിറ്റലാവാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് എന്ന് തോന്നുന്നു വിശാഖപട്ടണം. എന്തായാലും നല്ല ഒരു ടൗണ്. ഡ്രൈവിംഗ് ആണെങ്കിൽ ആൾക്കാർ കുറേയും കൂടി മാന്യമുണ്ട്. അതിൻ്റെ നോർത്ത് വിടുമ്പോൾ തന്നെ കുറച്ച് ഭേദമായിട്ട് വരും. ഒഡീഷ കയറിയപ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം അറിയാം. കൊൽക്കത്തയിൽ അയ്യോ ഒന്നും പറയണ്ട. ഒഡീഷ എത്തിയപ്പോൾ തന്നെ ആ ഒരു മയപ്പെട്ടു. പിന്നെ താഴേക്ക് വരുമ്പോൾ കുറേയും കൂടി ബെറ്ററാണ് എന്തൊക്കെ പറഞ്ഞാലും. ആ മുകളിൽ കാണുന്നുണ്ടല്ലേ കൈലാസഗിരി എന്ന് എഴുതിയിട്ടുണ്ട്. ആ മലയുടെ പേരാണ് ഇവിടെ കൈലാസഗിരി. എന്നോട് രാവിലെ അവിടെ ഉള്ള അങ്കിള് പറഞ്ഞു പറ്റുമെങ്കിൽ അവിടെ പോയി, നല്ല ഭംഗിയാണ് എന്ന്. മൂപ്പര് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. എൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വിശാഖപട്ടണം വ്യൂ കാണാൻ നല്ല രസമാണ്. അതായത് നമ്മളിപ്പോൾ സിംഹാചലം പോയപ്പോഴും ഈ ഒരു ഹൈറ്റുള്ള മലകൾ തന്നെയായിരുന്നു. രാത്രിയും പോയി രാവിലെയും
എന്തായാലും കൊള്ളാം വിശാഖപട്ടണം. ഇപ്പോൾ അവിടെ ട്രാഫിക്ക് കൂടിയും തോന്നി. അതുപോലെ ഇവിടെ കണ്ടില്ലേ, നടുവിലുള്ള ലൈൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സുകൾക്കും അതുപോലെ എമർജൻസി സർവീസ് വണ്ടികൾ, ആംബുലൻസ്, പിന്നെ പോലീസോ അങ്ങനെ ഫയർഫോഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നടുവിൽ ഒരു ലൈൻ ഒഴിച്ചു വെച്ചിരിക്കുക. അത് ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്ത് അങ്ങനെ കണ്ടിരുന്നു. അത് ഭയങ്കര എന്താ പറയുക, അതേ പറഞ്ഞാൽ വെൽ പ്ലാൻഡും വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. പൂനെയിൽ നമ്മൾ കണ്ടിരുന്നു ഇതേപോലെ ബസ് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി. ഇതിൽ കയറിക്കഴിഞ്ഞാൽ 2000 രൂപയാണ് ഫൈന്. ബാക്കിയുള്ളവർക്ക് അവിടെ കയറുന്നിടത്ത് തുടങ്ങുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങളിവിടെ കാണാം. വിശാഖപട്ടണം. ആഹാ, നല്ല ഭംഗിയില്ലേ കാണാൻ ഇവിടെ സൂര്യാസ്തമയം. ആന്ധ്രയിൽ ഇവിടെ ഒന്നും തീരെ ട്രാഫിക് ഇല്ല കേട്ടോ, നല്ല സുഖമാണ്. നമ്മുടെ ഗ്ലൗസ് ഒരെണ്ണം പോയി. അങ്ങനെ ഒരിക്കൽ കൂടി നമ്മൾ സിംഹാചലത്തിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ഓടിക്കുന്നു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. മലകളുടെ ഇടയിലേക്ക് ഇപ്പോൾ ഇറങ്ങും ആള്. ഇവിടെ ഇപ്പോൾ സമയം 5 മണിയാവുന്നേ ഉള്ളൂ. കണ്ടോ, നമ്മളിപ്പം ആന്ധ്ര എത്തിയപ്പോഴേക്കും അസ്തമയത്തിൻ്റെ സമയം വീണ്ടും നമ്മളെ നാട്ടിലെ പോലെ പതുക്കെ ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ തമിഴ്നാട് എത്തുമ്പോൾ അത് വീണ്ടും നമ്മളുടെ നാട്ടിൻ്റെ അതേപോലെ ആവും. അല്ലെങ്കിൽ 5 മണിയാകുമ്പോഴേക്കും നല്ല ഇരുട്ട് വരുന്നൊരു അവസ്ഥയാണ് സാധാരണ നമ്മൾ കൊൽക്കത്തയിലും മുകളിലേക്കൊക്കെ കണ്ടത്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ അസ്തമയ സമയം. അപ്പോൾ നമ്മളുടെ വിശാഖപട്ടണം വിശേഷങ്ങളെല്ലാം ഇവിടെ തീരുന്നു. നമുക്കിനി ആന്ധ്രയിൽ ബാക്കി കാണാൻ. വാവ്, ഇവിടെ നല്ല ലേക്ക് ഉണ്ടല്ലോ. ആഹാ, ബാക്കി കാണാനുള്ളതിനെ പറ്റി പറഞ്ഞപ്പോഴേക്കും എന്തായാലും ഇനി നമ്മൾ നാളെ പോകുന്നത് വിശാഖപട്ടണം കഴിഞ്ഞു വിജയവാഡയിലേക്കാണ്. വിജയവാഡയിൽ നിന്ന് മല്ലികാർജുന, അങ്ങനെ. അപ്പോൾ ബാക്കി എല്ലാം വഴിയെ കാണാം. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾ ബാക്കിയുള്ള എപ്പിസോഡ്സ് ഒന്നും ഇതുവരെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഒരുപാട് യാത്ര കഴിഞ്ഞാണ് നമ്മളിവിടെ ആന്ധ്രയിൽ എത്തിയിരിക്കുന്നത്. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു.